രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടകത്തിലേക്ക് കടന്നതായി പോലീസിന് വിവരം ലഭിച്ചു. ഇന്നലെ രാവിലെയോടെ രാഹുൽ തമിഴ്നാട് കർണാടക അതിർത്തിയായ ബാഗല്ലൂരിൽ എത്തിയെന്നാണ് വിവരം ലഭിച്ചത്. പോലീസ് സംഘം എത്തിയപ്പോഴേക്കും ബാഗല്ലൂരിൽ നിന്ന് രാഹുൽ കടന്നുകളഞ്ഞു. ഇന്നലെ ഉച്ചയോടെയാണ് രാഹുൽ കർണാടകത്തിലേക്ക് കടന്നത്. ബാഗ്ലൂരിൽ വെച്ച് വന്ന കാർ കണ്ടെത്തി. ആ കാർ അവിടെ ഉപേക്ഷിച്ച് മറ്റൊരു കാറിലാണ് രാഹുൽ ബാഗ്ലൂരിൽ നിന്ന് മടങ്ങിയത്. ഒപ്പമുണ്ടായിരുന്ന ആൾക്കു വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. 3 കാറുകളാണ് രാഹുൽ മാറിക്കയറിയതെന്നാണ് വിവരം. പോളോ കാറിലാണ് തമിഴ്നാട് അതിർത്തി വരെ രാഹുൽ എത്തിയത്. അവിടെ നിന്ന് മറ്റൊരു കാറിൽ ബാഗ്ലൂർ വരെ എത്തി. ബാഗ്ലൂരിൽ നിന്ന് അടുത്ത കാറിൽ കർണാടകത്തിലേക്ക് പോയി എന്നാണ് വിവരം. രാഹുലിന് കൃത്യമായ പ്രാദേശിക സഹായം ലഭിക്കുന്നുണ്ട് എന്നും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. പോലീസ് ബാഗ്ലൂരിലെത്തിയപ്പോൾ ഒരു പ്രദേശവാസി ഓടി രക്ഷപ്പെട്ടിരുന്നു. ആരാണ് രാഹുലിന് ഒളിയിടം ഒരുക്കിയതെന്നതിലടക്കം അന്വേഷണം നടക്കുകയാണ്. ബാഗ്ലൂരിൽ ഒരു പോലീസ് സംഘം ഇപ്പോഴും തുടരുന്നുണ്ട്. അതേസമയം കേസിൽ തന്റെ വാദം അടച്ചിട്ട കോടതിയിൽ കേൾക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സെഷൻസ് കോടതിയിലാണ് രാഹുൽ അപേക്ഷ നൽകിയത്. മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ ഹർജി. സ്വകാര്യത കണക്കിലെടുത്ത് ഹർജിക്ക് രഹസ്യ സ്വഭാവം വേണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടു. ഒളിവിലുള്ള രാഹുലിനായി പോലീസ് വിവിധ സ്ഥലങ്ങളിൽ തെരച്ചിൽ തുടരുകയാണ്. തിരുവനന്തപുരത്തെയും പാലക്കാട്ടെയും ഫ്ളാറ്റുകളിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചതിന്റെ തീയതി അടക്കമുള്ള വിശദാംശങ്ങൾ യുവതിയുടെ മൊഴിയിലുണ്ട്. ബലാത്സംഗവുമായി ബന്ധപ്പെട്ട 4 വകുപ്പുകളും ഗർഭിണിയാണെന്നറിഞ്ഞിട്ടും പീഡിപ്പിച്ചെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട വകുപ്പും ചുമത്തിയാണ് കേസ്. താൻ നിരപരാധിയാണെന്ന് അവകാശപ്പെട്ട് കൂടുതൽ തെളിവുകൾ രാഹുൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. യുവതിയുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകൾ, ഫോൺ സംഭാഷണങ്ങൾ, യുവതിയും ഭർത്താവും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ എന്നിവയാണ് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിക്ക് കൈമാറിയത്.